നമസ്കാരം, മൈ വേൾഡിലേക്കും ഇന്നത്തെ ടാരോ റീഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ വ്യൂവേഴ്സിനും എൻ്റെ പ്രിയപ്പെട്ട മെമ്പേഴ്സിനും സ്വാഗതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്മകൾ മാത്രം നേരുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എനർജിയാണ് നോക്കാൻ പോകുന്നത്. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളിത് എപ്പോൾ മുതൽ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ എടുത്ത് പറയുന്നു. ഒരുപാട് പേരുടെ എനർജി സാമ്യമുള്ള റീഡിംഗ് ആണ്. എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ പലരും ഇതിനകത്ത് തന്നെ കമൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് എൻ്റെതല്ല, ഇത് അങ്ങനെയല്ല, ഇങ്ങനെ. പക്ഷേ ഇത് നിങ്ങളുടേതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തികച്ചും അതുവഴി ഒരു നല്ലൊരു ഗൈഡൻസ് ലഭിക്കുകയും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരികയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇത് ഫോഴ്സ്ഫുള്ളി നമ്മളിലേക്ക് വലിച്ചെടുപ്പിക്കരുത്. കണക്റ്റ് ആവുന്ന കാര്യങ്ങളിൽ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വിട്ടുകളയുക. യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. ഓക്കെ, അതേപോലെ എൻ്റെ ചാനൽ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ ചാനലിൽ മെമ്പർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ കൂടി തന്നെയാണ് മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യേണ്ടത്. ചാനലിൽ മെമ്പർഷിപ്പ് എന്ന ഓപ്ഷൻ എടുത്ത് ഇതിൽ ജോയിൻ ബട്ടണിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് അടച്ച് കയറാവുന്നതാണ്. മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് എന്നെ വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 10 ദിവസം കൂടുമ്പം നമ്മൾ 2 കാർഡ് റീഡിംഗ് എൻ്റെ മെമ്പേഴ്സിന് മാത്രം ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. എന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതെൻ്റെ മെമ്പേഴ്സിന് മാത്രമാണ്. ഓക്കെ, അപ്പം നമ്മൾ റീഡിംഗ് കാണുന്നതിന് മുമ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങളെ വ്യക്തിയെ മനസ്സുകൊണ്ട് ആലോചിക്കുക. വളരെ പീസ്ഫുള്ളായിട്ടൊരു അന്തരീക്ഷത്തിലിരുന്ന് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. നെഗറ്റീവായിട്ടുള്ള ചിന്തയുമായിട്ട് റീഡിങ്ങിനെ സമീപിക്കരുത്. അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് കളയാവുന്നതാണ്. പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരുന്ന് കാണുക. യൂണിവേഴ്സിനോട് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലൈക്ക് ചെയ്യുക. നമുക്ക് കാർഡ്സ് എടുക്കാം. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. പോസിറ്റീവ് മൈൻഡോടിരിക്കുക. വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ പേജ് ഓഫ് സോൾസ് ആണ് വന്നേക്കുന്നത്. നിങ്ങളുടെ വ്യക്തി ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് തീർച്ചയായും ആക്ഷൻ എടുക്കും എന്ന് തന്നെ ഒരു മനോസ്ഥിതിയോടുകൂടി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോൾസ് എന്ന് പറയുമ്പോൾ ബുദ്ധിയെ സൂചിപ്പിക്കുന്നു. മെൻ്റൽ എനർജിയോടുകൂടി വീണ്ടും മുന്നോട്ട് വരാനായിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. തടസ്സമായിട്ട് ബ്ലോക്കേജായിട്ട് എനിക്ക് ഡബിൾ കാർഡാണ് കയറി വന്നേക്കുന്നത്. മേജർ ആർക്കാന കാർഡാണ്. അപ്പം നിങ്ങളെ വ്യക്തിയെ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് പിന്നിലോട്ട് വലിച്ചിടാനായിട്ട് എന്തോ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ വ്യക്തിക്ക് ചുറ്റിലും ഉണ്ട്. കാരണം അവർക്ക് മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ആക്ഷൻ എടുത്ത് നിൽക്കുന്നതും അവരുടെ മനസ്സുകൊണ്ട് മുന്നോട്ട് നിൽക്കുന്നത്. പക്ഷേ അവരുടെ ശരീരം കൊണ്ട് അതിനെ അനുവദിക്കാത്ത രീതിയിൽ എന്തോ നെഗറ്റീവ് എനർജി അവർക്ക് ചുറ്റിലും ഉണ്ട് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. നെഗറ്റീവ് എനർജി എന്ന് പറയുമ്പോൾ ഡബിൾ കാർഡ് വന്നതുകൊണ്ടാണ്. ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ആവാം, ചിലപ്പം അത് തന്നെയായിട്ട് ഈ മുന്നോട്ട് നിൽക്കുന്ന ആളെ പിന്നോട്ട് വലിക്കുന്നത് ഈ ഡബിൾ കാർഡ് വരുന്നത് കൊണ്ട് എനിക്കതാണ് മനസ്സിലാക്കാൻ. അത് ശക്തമായിട്ട് പിന്നോട്ട് വലിക്കുന്നുണ്ട്. ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാർഡ്സ് എടുക്കാം. അടുത്തത് യെസ്, അതാണ് ഈ റിലേഷൻഷിപ്പിനെ തകർക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അവർക്ക് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നിൽക്കുന്നത്. ഇത് താൽക്കാലികമാണ്, തൽക്കാലത്തേക്ക്. കാരണം മൈനർ ആർക്കാന കാർഡാണ് വന്നേക്കുന്നത്. ഇത് അടുത്തത് എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇടയിൽ ആരാണ് ഇത് ചെയ്യുന്നത്, അല്ലെ ഇങ്ങനൊരു വ്യക്തി ഉണ്ടോ? യെസ്, ഇതിനകത്ത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യമാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നുവെച്ചാൽ ഈ റിലേഷനെതിരായിട്ട്
ഈ ലവേഴ്സ് കാർഡ് കാണിക്കുന്നത് മേജർ അർക്കാന കാർഡ് തന്നെയാണ്. ഈ റിലേഷനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാന്നിധ്യം കാണിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇദ്ദേഹം അല്ലെ ഈ വ്യക്തി മുന്നോട്ട് പോകരുത്, ഈ റിലേഷൻ തകരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ നെഗറ്റിവിറ്റി ഇവരെ ചുറ്റി നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ ഉദ്ദേശം ഇതാണ്, 3 ഓഫ് സോൾസ്, ബന്ധങ്ങളുടെ തകർച്ച. അതാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചെയ്യുന്നത് അവരുടെ വിനയ്ക്കായിട്ട് തന്നെയാണ്. സ്വന്തമായിട്ട് കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ് അവരിത്. എന്നുവെച്ചാൽ ഇത് തീർച്ചയായും അവർക്ക് എതിരായിട്ട് വരിക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് അതിൻ്റെ തടസ്സമായിട്ട് എനിക്ക് കാണുന്നത്. 8 ഓഫ് സോൾസ് ആണ് വന്നേക്കുന്നത്. ഈ ചെയ്യുന്നതിൻ്റെ ഒരു തിരിച്ചടി എന്തായാലും അവർക്ക് കിട്ടും. താൽക്കാലികമാണ് ഈ വിജയം എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ അവരുടെ കൂടെ തന്നെ എന്നും ആ ഒരു റീയൂണിയനായിട്ട് അവരുടെ കൂടെ തന്നെ നിൽക്കണം, സന്തോഷമായിട്ട് അവരുടെ കൂടെ നിൽക്കണം എന്നുള്ള അവർക്കതിനെ ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഹാപ്പിനെസ് വേണം, നല്ലൊരു സന്തോഷം വേണം, മുന്നോട്ടുള്ളൊരു ജീവിതം വേണം എന്നുള്ളൊരു രീതി കൊണ്ടാണ് ഇവർ ഈ ഒരു ബ്ലാക്ക് മാജിക്കൽ സിറ്റുവേഷൻ ചെയ്യുന്നത്. ഈ ഇടയ്ക്ക് നിൽക്കുന്ന വ്യക്തിയാണ്. അത് ആരുമാകാം, ഇപ്പോൾ ഒരു സ്ത്രീയോ പുരുഷനോ ആവണമെന്നില്ല, ചിലപ്പോൾ വീട്ടുകാരാവാം, ഫ്രണ്ട്സ് ആവാം. നമ്മളുടെ റിലേഷൻഷിപ്പ്, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അതെ, പക്ഷേ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ട് ഏസ് ഓഫ് വാൺസ് ആണ്. അവരുടെ മനസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, പേജ് ഓഫ് സോൾസ് എന്ന് പറയുമ്പോൾ അവരൊരു മെൻ്റൽ ക്ലാരിറ്റിയോടെ അവരുടെ മനസ്സിൽ അവർക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല, അവർക്ക് അവരുടേതായിട്ടുള്ള വഴിയിലോട്ട് പോകണം എന്നുള്ളൊരു രീതിയിൽ മെൻ്റൽ എനർജിയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. അവർ ഇതിനകത്ത് തീർച്ചയായും ആവേശോജ്വലമായ അവരുടെ ഉള്ളിൽ അവരിങ്ങനെ എന്ത് ചെയ്തിരുന്നാലും അവരുടെ ഉള്ളിലൊരു ഫയറുണ്ട്, ഫയർ എലമെൻറ്റ്, വാൺസിൻ്റെ എനർജിയാണ്. തീർച്ചയായും അവരെ ഒന്നിലും തളച്ചിടാൻ കഴിയത്തില്ല. ആർക്കും തളച്ചിടാൻ കഴിയുന്നൊരു വ്യക്തിയല്ല നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പോൾ. തൽക്കാലത്തേക്കുള്ള ഞാൻ പറഞ്ഞല്ലോ ഇത് താൽക്കാലികമാണെന്ന്, തൽക്കാലത്തേക്കുള്ള ഒരു സിറ്റുവേഷനായിട്ടേ ഇത് നിലനിൽക്കത്തുള്ളൂ. അവരിതിനകത്ത് അവരുടെ ഉള്ളിൽ തീയുണ്ട്, അവരതിൽ നിന്ന് തീർച്ചയായും ഒരു തീരുമാനമെടുത്ത് പുറത്ത് വരും. ഡെത്ത് എനർജിയാണ് വന്നിരിക്കുന്നത്. അതവിടെ അവസാനിപ്പിക്കും അവർ. അത് അധിക നാൾ മുന്നോട്ട് പോകുന്നത് അത് അനിവാര്യവുമാണ്. മേജർ ആർക്കാന കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫർമേഷൻ എന്തായാലും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ശത്രുത ചെയ്യുന്നവർക്ക് അധിക നാൾ അങ്ങോട്ട് നിലനിന്ന് പോകാനായിട്ടുള്ളൊരു സാഹചര്യം ഈശ്വരൻ ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു അന്ത്യം ഉണ്ടാകും. ഈ ഒരു ശത്രുതയ്ക്ക് എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നവർക്കൊരു എൻഡിങ് ഉണ്ടാകും എന്ന് തന്നെ കാണിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും ഈ വ്യക്തിയുടെ. അത് ഇവർക്ക് എത്ര നാൾ ഈ ബ്ലാക്ക് മാജിക്കും നെഗറ്റീവ് എനർജിയും ഒക്കെ ചെയ്ത് ഒരാളെ കൊണ്ടുപോകാൻ കഴിയും അല്ലേ? അതൊക്കെ എത്ര നാൾ നിൽക്കും? അത് തിരിച്ച് അടിക്കുക തന്നെ ചെയ്യും. നേരായ മാർഗത്തിലല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് തിരിച്ചു വരും. അപ്പം ഈ വ്യക്തി ഒരു സ്ട്രോങ് പേഴ്സണാണ്, അത്രയ്ക്ക് സ്ട്രോങ് പേഴ്സണാണ്. അതുകൊണ്ടാണ് അവരുടെ കയ്യിൽ നിൽക്കാത്തതിൻ്റെ പേരിലാണ് അവരത് ചെയ്യുന്നത്. നേരെ മറിച്ച് ആരുടെയെങ്കിലും വാക്ക് കേട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അവരെ ആരെയും ഈ വ്യക്തി എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ വ്യക്തി എന്ന് പറയുമ്പം ആരെയും വാക്ക് കേട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള തീരുമാനം, അവർക്ക് വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേണ്ടാന്ന് തന്നെ തീരുമാനിക്കുന്ന വ്യക്തിയാണ്. അത്രയ്ക്ക് ഫയറുണ്ട് അവരുടെ മനസ്സിനകത്ത്. അപ്പം അത് ഭയന്നാണ് എതിർത്ത് നിൽക്കുന്നവർ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. പക്ഷേ അത് അധിക നാൾ മുന്നോട്ട് പോകത്തില്ല, അത് എൻഡിങ് ആവുക തന്നെ ചെയ്യും എന്നുള്ളത് തന്നെ കാണിക്കുന്നുണ്ട്. അത് ഹൈ പ്രീസ്റ്റേഴ്സ് ആണ് വന്നേക്കുന്നത്. ഈ വ്യക്തി, നിങ്ങളുടെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ മൈൻഡഡ് അല്ല. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എല്ലാം ഒന്നും തുറന്ന് പറയുന്നൊരു വ്യക്തിയല്ല. ഇവർ മനസ്സിനകത്ത് ഇങ്ങനെ വെച്ചേക്കും. അതവർ ഉള്ളിലിങ്ങനെ വെച്ചിരുന്ന് പെരുമാറുന്ന ഒരു നിഗൂഢതയുടെ ഒരു കാർഡാണ്. ഹൈ പ്രീസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു സോൾ ലെവൽ കണക്ഷനായിട്ടും വരാം. നിങ്ങളുമായിട്ടൊരു സോൾ ലെവൽ കണക്ഷൻ ഉണ്ട്. ഒരു പക്ഷേ ഇവരുടെ മനസ്സ് നിങ്ങൾക്ക് പറയാതെ തന്നെ വായിക്കാൻ കഴിയുന്ന വ്യക്തിയായിരിക്കാം നിങ്ങൾ. അതേപോലെ നിങ്ങളുടെ മനസ്സ് അവർക്ക് പറയാതെ തന്നെ വായിക്കാനായിട്ട് കഴിയും. അതാണ് ഈ സോൾ ലെവൽ കണക്ഷൻ എന്ന് പറയുന്നത്. അത് ആരെല്ലാം എതിർത്ത് നിന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും പടവെട്ടിയാലും അങ്ങനൊന്നും മുറിഞ്ഞു പോകുന്നൊരു ബന്ധമല്ല ഈ സോൾ ലെവൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ. ഹൈ പ്രീസ്റ്റേഴ്സ്, ദിവ്യപരിവേശമുള്ള മാലാഖ, നിഗൂഢതകളുടെ ഒരു രഹസ്യം, നിഗൂഢതകളുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് തുറന്നു പറയാത്ത കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ അവരത് മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നതായിരിക്കാം. ഓപ്പണായിട്ട് പറയുന്ന സാഹചര്യങ്ങൾ വരുമായിരിക്കാം.
അതെ, തീർച്ചയായും അത് ഉണ്ടാവും. നിങ്ങളോടെല്ലാം നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു നീതി എന്തായാലും അവർ തരും. നിങ്ങളോട് പറയാത്ത കാര്യങ്ങളെല്ലാം അവർ നിങ്ങളോട് തുറന്നു പറയുന്ന ഒരു സമയം ഉണ്ടാകും തീർച്ചയായും. അതാണ് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് തന്നെ അവർ നിങ്ങൾക്ക് തരും. നിങ്ങൾ അർഹിക്കുന്ന ഒരു നീതി അവർക്ക് തരാനുള്ള കഴിവുള്ളവരുമാണ് അവർ. അതും വളരെ ഹാർഡ് പേഴ്സണൊന്നും അല്ല. എല്ലാവർക്കും നീതി നൽകുന്ന ഒരു നല്ലൊരു വ്യക്തിയാണ്. അത് ചിലപ്പോൾ പലരും ഉപയോഗപ്പെടുത്തി വച്ചേക്കുന്നതായിരിക്കാം. അർഹിക്കുന്നത് കൊടുക്കുന്നവരും ഒക്കെയാണ്. സ്നേഹമായാലും ധനമായാലും എല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യുന്നവരാണ് അവർ. അതുകൊണ്ട് തന്നെ പിന്നെ കരുണയുള്ളവരാണ് അവരുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെ സ്നേഹിച്ചവരെ അവരൊരിക്കലും വെറുക്കത്തില്ല, അവർ താറ്റിക്കളയത്തില്ല, അവർ തിരിച്ചു വരും. പക്ഷേ നിങ്ങളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്തുണ്ട്. അത് ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടായിരിക്കാം. ചിലപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വേറെ ചില പ്രശ്നങ്ങളിലോട്ട് പോകാതിരിക്കാനായിരിക്കാം അവരത് ഹൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു നീതി ലഭിക്കും. അതവർ നിങ്ങളോട് തുറന്നു പറയുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ്. പറയാതെ തന്നെ ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുമുണ്ടായിരിക്കാം കാര്യങ്ങൾ. അതാണ് സോൾ കണക്ഷൻ എന്ന് പറയുന്നത്. തീർച്ചയായും അത് പൊട്ടിച്ചെറിഞ്ഞ് അവർ തിരിച്ചു വരും എന്ന് തന്നെ കാണുന്നുണ്ട്. അതെ, 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അവരൊന്നും വിട്ട് പറയത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിട്ട് പറയാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ല അവർ നിൽക്കുന്നത്. അതേപോലെ ഇത്തിരി ഈഗോ ഉള്ള കൂട്ടത്തിലും കൂടെയാണ്. ഇനി നിങ്ങളുടെ ഒരു ഭാഗത്ത് നിന്ന് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയുന്നില്ല. ഈ ഒരു വ്യക്തിയുടെ എനർജിയാണ് ഞാനിപ്പോൾ നോക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് ആരോ നിന്ന് നല്ല രീതിയിൽ ഈ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് പലതും പരിശ്രമിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മായാ വലയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെങ്കിലും അത് പൊട്ടിച്ചെറിഞ്ഞ് വരും. അവർ ഇപ്പോൾ തൽക്കാലമായിട്ട് നിങ്ങളോടൊന്നും വിട്ടു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈഗോയുണ്ട്, കുറച്ച് ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ട് ചില കുറവുകളുള്ള സമയമായിരിക്കാം. പെൻറ്റിക്കിൾസിൻ്റെ എനർജി ആയതുകൊണ്ട് അതും കൂടെ വെച്ച് ഞാൻ പറയുന്നതാണ്. ചിലപ്പം പുറത്ത് സാമ്പത്തിക മാന്ദ്യം അതും നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. കാരണം 4 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയെ സൂചിപ്പിക്കുന്നു. പിന്നെ റിലേഷൻഷിപ്പിനകത്ത് ഈഗോ കാണിക്കുന്നു, വിട്ടുകൊടുക്കത്തില്ല അല്ലെങ്കിൽ വിട്ടു പറയില്ല എന്നുള്ളൊരു സാഹചര്യം. ഒന്നും അങ്ങോട്ട് ഓപ്പൺ മൈൻഡഡ് അല്ല. ഞാൻ പറഞ്ഞല്ലോ, നിഗൂഢതകളുടെ ഒരു കലവറയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. എന്തുണ്ടെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ സ്വന്തം ഇൻറ്റ്യൂഷൻ അനുസരിച്ചേ പെരുമാറത്തുള്ളൂ. ആരും പറയുന്ന വാക്ക്, ആരും പറയുന്നത് കേൾക്കില്ല. ഇതേപോലുള്ള നെഗറ്റിവിറ്റി ചെയ്തിട്ടേ അവരെ പിടിച്ചു നിർത്താൻ കഴിയത്തുള്ളൂ. അല്ലാതെ ആരുടെയും വാക്ക് കേട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത്. തീർച്ചയായും അവർ ഒരു കുറച്ച് ഈഗോയൊക്കെ സൂക്ഷിക്കുന്ന വ്യക്തിയും കൂടെയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതെ, ഈ ഒരു റിലേഷനകത്ത് മെയിനായിട്ടും ഒരു പൂർണ്ണ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവും. തീർച്ചയായും മുന്നോട്ടൊരു സന്തോഷവും സമാധാനവും ഒക്കെ തിരിച്ച് കിട്ടും എന്നുള്ളൊരു സാഹചര്യമാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ബോട്ടമായിട്ട് എനിക്ക് കിട്ടിയേക്കുന്നത് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഇതിനകത്ത് ആരൊക്കെയോ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ല രീതിയിൽ ഇതിനകത്ത് ഇടപെടൽ നടത്തുന്നുണ്ട്. ഒരു പക്ഷേ ഇവർ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ ധനത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ എന്നൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണത്. അപ്പം ഈ ഇദ്ദേഹത്തിനെ കൊണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയെ കൊണ്ട്, നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് ഈ തേർഡ് പാർട്ടിക്ക് നല്ല ആദായം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു സാഹചര്യം വിടാതെ ഇങ്ങനെ പിടിച്ചേക്കുന്നതെന്നുള്ളതും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു കൊടുക്കൽ വാങ്ങലുകൾ എന്നൊക്കെയുള്ള ഒരു സാഹചര്യം, ഫിനാൻഷ്യലായിട്ട് എന്തൊക്കെയോ നല്ല രീതിയിൽ ഉള്ള ഇടപാടുകൾ ഈ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ വ്യക്തിക്കുണ്ട്, അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും. അതുകൊണ്ടായിരിക്കാം അത് സ്ട്രോങ് ആയിട്ട് ഇവർ വിടാതെ പിടിച്ച് വെച്ചേക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ. അതെ, യെസ്, 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എന്ന് വെച്ചാൽ വരവിനെക്കാട്ടിയും കൂടുതൽ ചിലവ്, ആർഭാടമാണ് ഈ തേർഡ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ടാണ് ഇവർ ഇദ്ദേഹത്തിനെ പിടിച്ച് വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും അല്ലാതെ ആരുടെയും വാക്ക് കേൾക്കുന്ന ഒരു വ്യക്തിയല്ല ഇദ്ദേഹം. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് അത് എത്ര നാൾ പിടിച്ച് നിൽക്കും? ഇങ്ങനെ ഒരിക്കലും അതൊന്നും നിലനിന്ന് പോകത്തില്ല എന്ന് തന്നെ ഈ ഒരു റീഡിങ് വെച്ചിട്ട് എനിക്ക് വായിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തിയെന്ന് പറഞ്ഞാൽ ആരുടെയും കയ്യിലും നിൽക്കുന്ന വ്യക്തിയല്ല, ആരുടെയും വാക്കിലൊതുങ്ങുന്ന വ്യക്തിയല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള നിലപാടുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിപ്പോയതും ഇതിനകത്തൊരു കുടുക്കിനകത്ത് ചെന്ന് പെട്ടതും. അത് ആരായാലും
അപ്പം അതിനകത്തുനിന്ന് അവർക്ക് ഊരി പോകാനുള്ള കഴിവ് അവർക്കുണ്ട്, അതിനുള്ള ആക്ഷൻ അവരെടുക്കുന്നതുകൊണ്ട് അതിനുള്ളിൽ അവർക്ക് അതിൻ്റെ ഉള്ളിലുള്ളൊരു ഫയറും ഉണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് ഊരി പോവാൻ അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഇവരുടെ കയ്യിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അതിന് ഇവരുടെ ഓവർ ചിലവായിരിക്കാം, ആർഭാടം, വരവിനെക്കാട്ടിയും കൂടുതലുള്ള ധൂർത്താണ് ഇവർക്ക് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സാഹചര്യമാണെങ്കിലും ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഫിനാൻഷ്യലായിട്ട് എന്തൊക്കെയോ കൊടുക്കൽ വാങ്ങലുകളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. മാക്സിമം ഇവരെ പിഴിയായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കാം ഇവർക്കും ഇത് പോയിക്കഴിഞ്ഞാൽ എല്ലാം പോയില്ലേ എന്നുള്ളൊരു സാഹചര്യം കൊണ്ടായിരിക്കാം ഈ പിടിച്ചു വെച്ചേക്കുന്നത്. അപ്പം തീർച്ചയായും ഇതിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് വരും. അതാണ് ഇവർ ഇവരുടെ കയ്യിൽ ഒന്നുമില്ല ഇപ്പോൾ, പക്ഷേ പുറമേ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലെല്ലാം ഉണ്ട്, ഞാൻ എന്തോ വലിയ സംഭവമെന്നും പറഞ്ഞായിരിക്കും അവർ നടക്കുന്നത്. പക്ഷേ ആരോടും ഒന്നും വിട്ട് പറയത്തുമില്ല, വിട്ട് കൊടുക്കത്തുമില്ല, ഈഗോയും ഉണ്ട്. അപ്പോൾ അതൊന്നും അവർ പുറമേ കാട്ടുന്നില്ല. നിങ്ങളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ അവരുടെ മനസ്സിനകത്തുണ്ട്. അത് തീർച്ചയായും ഇവർ തുറന്ന് പറയുമെന്ന് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അർഹമായിട്ടുള്ള നീതി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അതിന് കുറച്ച് സാവകാശം ഉണ്ടാവും. തീർച്ചയായും ഇതിനകത്തുനിന്ന് പിടിവിട്ട് വരണം. എന്നാൽ മാത്രമേ ഇവർക്കൊരു നല്ല സന്തോഷവും സമാധാനവും സ്റ്റെബിലിറ്റിയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അവർക്ക് അതുതന്നെയാണ് ആഗ്രഹം. അതെ, ആകപ്പാട് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യവും കൂടിയാണ് കാണുന്നത്. തീർച്ചയായും അവർ ആക്ഷൻ എടുക്കും. അവർ ശരീരം കൊണ്ട് അവർക്ക് ബാക്കിലോട്ട് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഒരു നെഗറ്റിവിറ്റി അവരെ ചുറ്റിലും നിൽക്കുന്നത് കൊണ്ടാണ്. സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിക്കുക, ശിവഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതല്ലേ നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണെന്നുണ്ടെങ്കിലും ആ ദൈവത്തിനെ മുറുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കുക. നാമജപം ചെയ്യുക. നമ്മൾ പൈസ കൊടുത്ത് മന്ത്രം ജപിക്കുന്നതിനെക്കാട്ടിയും അമ്പലത്തിൽ പോയി പൈസ കൊടുത്ത് ചെയ്യിക്കുന്നതിനെക്കാട്ടിയും ഏറ്റവും ഉത്തമം നമ്മളുടെ ഓറയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മളുടെ ഓറ ശക്തിപ്പെടുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം അവർക്ക് കിട്ടും. അതിന് തീർച്ചയായും നാമജപം നമ്മളെ സഹായിക്കും. മെഡിറ്റേഷൻ ചെയ്യുക, നല്ല രീതിയിൽ മെഡിറ്റേഷൻ, കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട് ഏറ്റവും നല്ല ബെറ്ററാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുക, റിയൂണിയന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഈ നെഗറ്റീവ് എനർജിയെ തുരത്താൻ വേണ്ടിയിട്ട് പ്രാർത്ഥന ശക്തമായിട്ട് നമുക്ക് കൂട്ട് നിൽക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും കർമ്മ എന്നുള്ളതുണ്ട്. അപ്പം തെറ്റ് ചെയ്യുന്നവർക്ക് ഈ യൂണിവേഴ്സ് എന്നായാലും കർമ്മ തീർച്ചയായും അത് കൊടുത്തിരിക്കും, അത് തീർച്ചയാണ്. അപ്പോൾ ഇതിലെ പോസിറ്റീവ് എനർജി, ഇത് ഫോഴ്സ്ഫുള്ളി എൻ്റെതാണെന്ന് പറഞ്ഞ് വലിച്ച് അടുപ്പിക്കരുത്. ഇത് ഒരുപാട് പേരുടെ എനർജി സാമ്യമുള്ള ഒരു റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഇതിലെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് കിട്ടാൻ വേണ്ടി 999 എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.